പ്രഭു, കർക്കടിയുടെ പുത്രൻ. അതാണ് എനിക്ക് അഭിമാനം. വീറും വീര്യവും കൂടി ചേരുമ്പോൾ ജ്യേഷ്ഠൻ തന്നെ കൺമുൻപിൽ വന്ന് നിൽക്കുന്നത് പോലെ. കുംഭകർണന്റെ ശരീര സൗഭാഗ്യം വർണ്ണിക്കുന്ന ഈ മഹാനുഭാവൻ ആരെന്ന് മനസ്സിലായില്ല? വിഭീഷണൻ. വിഭീഷണൻ. വിഭീഷണൻ കൊള്ളാം. രാമബാണത്തെ ഭയന്ന് രാമമന്ത്രം ഉരുവിടുന്ന അങ്ങേക്ക് ഇവിടെന്ത് കാര്യം? ഇവിടെ ഉള്ളവരാരും രാമനെ ഭയക്കുന്നില്ല, രാമബാണത്തെ. അതോ ശേഷിക്കുന്ന രാക്ഷസ വംശത്തെ മുഴുവൻ രാമബാണത്തിന് ഇരയാക്കാമെന്ന് വിചാരിച്ചോ? ബന്ധങ്ങളുടെ കണക്ക് പറഞ്ഞോളൂ ഈ വരവ്. ക്ഷണിക്കാൻ ലങ്കയിലേക്ക്. ക്ഷമിക്കണം. ഈ ക്ഷണം സ്നേഹത്തോടെ നിരസിക്കുന്നു ഭീമൻ. കാരണം സഹ്യമലയിലാണ് ഭീമനുള്ള ഉറ്റവർ. ഇവിടെ കിട്ടുന്ന സ്നേഹം മറ്റെങ്ങും ഭീമന് കിട്ടുകയുമില്ല. മാത്രമോ തരം നോക്കി നിങ്ങൾ ചതിക്കില്ലെന്ന് ആര് കണ്ടു? ഭീമ, ചതിച്ചില്ലേ സ്വന്തം ജ്യേഷ്ഠനെ പോലും? അവാസ്തവം പറയരുത്. എങ്കിൽ പറയണം പ്രഭു, ലോക ജേതാവായ രാവണനെ നേരിട്ട് തോൽപ്പിക്കാൻ നിങ്ങളുടെ രാമന് കഴിയുമായിരുന്നോ? കേട്ടു ഭീമൻ, ശ്രേഷ്ഠനായ രാവണന്റെ ശിരസ് പത്തും ഛേദിക്കാൻ കഴിയാതെ പടക്കളത്തിൽ കാലിടറി നിന്നില്ലേ രാമൻ? ശിരസ് ഒന്ന് മുറിക്കുമ്പോൾ ആ സ്ഥാനത്ത് മറ്റൊന്ന് മുളയ്ക്കുന്നത് കണ്ട് പകച്ചുപോയില്ലേ രാമൻ? സമ്മതിക്കുന്നു. അപ്പോൾ രാവണന്റെ നാഭിയിലെ നിധികുംഭം തകർത്താൽ ആ മഹാനുഭാവൻ മരിച്ചു വീഴുമെന്ന ജന്മരഹസ്യം രാമൻ ഓതിക്കൊടുത്തത് ആര്? സംഘിക്കുന്ന ഈ വിഭീഷണൻ തന്നെ. അതിന് രാവണൻ ചെയ്ത തെറ്റെന്ത്? സ്വന്തം സഹോദരിയുടെ നാസിക കുറ്റങ്ങൾ ഛേദിക്കുവാൻ കൂട്ടുനിന്ന രാമനോട് തോന്നിയ പകയോ? അതൊക്കെ ഏതൊക്കെ വെറും നിമിത്തങ്ങൾ മാത്രം ഭീമ. പൂർവ്വജന്മത്തിലെ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവുമാണ് ഈ ജന്മത്തിലെ രാവണനും കുംഭകർണനും. ഏതു വിധത്തിലും നാരായണന്റെ കരങ്ങൾ കൊണ്ട് ഒരു മരണം വിധിക്കപ്പെട്ടവരാണവർ. മാതൃപുത്ര ഭീമ, ലങ്കയുടെ ക്ഷണം നിരസിക്കില്ല എന്ന വിശ്വാസത്തോടെ മലയിറങ്ങുന്നു വിഭീഷണൻ. ഇല്ല, നിരസിക്കുന്നില്ല. വരും ഭീമൻ ലങ്കയിൽ. അന്ന് എന്റെ പിതാവിനെ കൊന്നതിന്, പിതൃതുല്യനായ വിരാധനെ വധിച്ചതിന്, എന്റെ പെറ്റമ്മയെ വിധവയാക്കിയതിന് പകരം വീട്ടിയിട്ട് ശംഖചക്ര ഗദാധാരിയായ നിങ്ങളുടെ രാമനെ നാരായണനെ തോൽപ്പിച്ചിട്ട് വരും. അന്ന് ഭീമ, അത് നിന്റെ അഹന്ത, നാരായണനെ നന്നായി അറിയാത്തതിലുള്ള അജ്ഞത. ഈ സിംഹാസനത്തിലിരിക്കാൻ ആര് നിനക്ക് അധികാരം തന്നു? ഭീമൻ, സഹ്യമലയുടെ ഭീമൻ, രാക്ഷസ ഭീമൻ, കാലത്തിന്റെ കലിപൂണ്ട രൂപം. ഇവിടം ശിവപുണ്യഭൂമി, ഡാകിനി ദേവിയുടെ ദിവ്യസന്നിധി. അത് ശിവഭക്തന്റെ സിംഹാസനം. വേണ്ടി വന്നാൽ ശിവന്റെ സിംഹാസനത്തിലും ഇരിക്കും. കടക്കണം ഈ നിമിഷം പുറത്ത്. കടക്കാം, പക്ഷെ തോൽപ്പിക്കണം ഭീമനെ. അല്ലാത്ത പക്ഷം ഉറച്ചിരിക്കും ഭീമനൂടെ. മുടങ്ങും തുടങ്ങാനൊരുങ്ങിയ യജ്ഞം. പിന്നെ കിടക്കും അങ്ങ് ഇവിടുത്തെ കൽത്തുറുങ്കിൽ. അല്ലെങ്കിൽ വരട്ടെ, വന്ന് രക്ഷിക്കട്ടെ നിന്റെ ശങ്കരൻ. എങ്കിൽ എനിക്കും നേരിട്ടൊന്ന് കാണാമല്ലോ ആ ലക്ഷണം കെട്ട രൂപത്തെ. ദുഷ്ടഭൂതമേ, ഇത്രയും നിന്ദിരവിൽ മറ്റുള്ളവരുടെ അമംഗളത്തെ സ്വയം സ്വീകരിച്ച് അവർക്ക് മംഗളമരുളുന്ന മഹാസ്വരൂപമാണ് മഹാദേവൻ. 5 മുഖം, അമ്പിളിക്കല, തൃക്കണ്ണ്, തൃത്തുടി, തിരുജട. തൃക്കണ്ണോ, തൃത്തുടി, തൃജട. മഹാരാജൻ, മാനത്തുദിക്കുന്ന ചന്ദ്രൻ എന്തിന് ശിവന്റെ ശിരസിൽ പോയിരിക്കണം? കൊട്ടാൻ കയ്യില് തോലുള്ള തുടി. ഒന്ന് ചോദിച്ചോട്ടെ, കൊല്ലാൻ ദിവ്യന്മാർക്ക് അധികാരമുണ്ടോ? ഉടുക്കാൻ തോല്, പുതയ്ക്കാൻ തോല്, ഇരിക്കാനും തോല്. ചുടലച്ചാലും ശിവന് ഭസ്മം. ഒരു ബ്രഹ്മായുസോളം തപസ്സിരുന്നാലും ആ അംഗോപാംഗങ്ങളുടെ അർത്ഥമറിയാൻ കഴിയില്ലാക്കും. ബോധത്തിന്റെ കെട്ട കൂട്ടലാണ്ട് നിൽക്കുന്നു. ഭീമാ, നിനക്കെതിരെ ആയുധമെടുക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു നാം. എങ്കിൽ ഉടവാളെടുത്ത് കടന്നു വന്നോളൂ. ഭീമൻ കാത്തു നിൽക്കാൻ പുറത്ത്. ഈ യുദ്ധം നിശ്ചയിക്കട്ടെ. കാമരൂപ രാജ്യത്തെ രാജാവിന് കൽത്തുറുങ്കോ അതോ സിംഹാസനമോ എന്ന്.
ആ ശിവനിയോഗം. സഹ്യമലയിലെ ഭീമരാക്ഷസൻ ഞങ്ങളെ ദുരിതത്തിലാഴ്ത്തുന്നു. ഞങ്ങളുടെ ജപഹോമാദികൾക്ക് വിഘ്നം വരുത്തുന്നു. കൊന്നും കൊലവിളിച്ചും നികൃഷ്ടജീവികളെ പിടിച്ചുകൊണ്ടുവന്ന് ഹോമകുണ്ടത്തിലിട്ട് ചുറ്റും ഉപദ്രവിക്കുന്നു ഞങ്ങളെ. കൈലാസത്തിലെത്തിയ ഞങ്ങൾക്ക് ഭഗവാന്റെ തിരുവരുളപ്പാട് അങ്ങേ വന്നു കണ്ട് സങ്കടമുണർത്തിക്കണമെന്ന്. ഭഗവാൻ ശങ്കരന് കഴിയാത്തതായി ഒന്നുമില്ല പ്രപഞ്ചത്തിൽ. ശിക്ഷയും രക്ഷയും ആ കൈകളിൽ ഭദ്രമാണ്. പിന്നെ ഇങ്ങനൊരു ദൗത്യം എന്തിനു നമ്മെ ഏൽപ്പിക്കണം? അത് ഭഗവാന്റെ തിരുനിശ്ചയം. എന്തായാലും സ്വീകരിക്കുന്നു ആ ദൗത്യം. പക്ഷേ പരിരക്ഷിക്കുന്ന ഭഗവാൻ പരീക്ഷിക്കും ആരെയും. ബ്രാഹ്മണ വേഷത്തിൽ ചെന്ന് സ്വന്തം കുറവ് പറഞ്ഞു നിന്നില്ലേ ഭഗവതിയുടെ തിരുമുമ്പിൽ പോലും? ആ പരീക്ഷണം നേരിടുന്നവർക്ക് ശിവലോകമണയാൻ മറ്റു മാർഗം വേണ്ട മഹാരാജൻ. സാക്ഷാൽ നാരായണൻ കൂടി ആ പരീക്ഷണത്തിന് പാത്രമായിട്ടുണ്ട്. നാരായണനും പരീക്ഷിക്കപ്പെട്ടുന്നു. എന്തിനു വേണ്ടിയാണ് നാരായണനെ നാഗാഭരണൻ പരീക്ഷിച്ചത്? ശിവോഹരോ മൃദോരുദ്ര പുഷ്കര പുഷ്പലോചനാം അർത്ഥഗമ്യ സദാചാരം സർവശംഭു മഹേശ്വരാം ചന്ദ്രവീട ചന്ദ്രമൗലിർ വിശ്വം വിശ്വംഭരേശ്വര വേദാന്തസാര സംദോഹ കപാലി നീലലോഹിത ധ്യാനാധാരോ പരിച്ഛേദ്യോ ഗൗരീഭക്ത ഗണേശ്വര അഷ്ടമൂർത്തിർ വിശ്വമൂർത്തി ത്രിവർഗ സ്വർഗ സാധന. ഓം നമ ശിവായ. ശിവായേ നമ. ഓം നമ ശിവായ. ശിവായേ നമ. പ്രബലരായ അസുരന്മാരെ തോൽപ്പിക്കാൻ കഴിയാതെ കൈലാസത്തിലെത്തിയ നാരായണൻ 1000 ചെന്താമരപ്പൂക്കൾ മുന്നിൽ വെച്ച് സ്തുതിച്ചു മഹാദേവനെ. 1000 നാമവിളി വിട്ട് പൂർണ്ണമാക്കാൻ ശ്രമിക്കവേ അവിടെ കാണുന്നില്ല ഒരു പൂ മാത്രം. ഇപ്പാരും അപ്പൂ അന്വേഷിച്ചിട്ടും കിട്ടാതെ വന്നപ്പോൾ കാണാതായ പൂവിന് പകരം താമരതളം പോലെ സുന്ദരമായ തന്റെ തിരുനയനം ചൂഴ്ന്നെടുത്ത് അർപ്പിച്ചു നാരായണൻ. നിൽക്കുന്നു തിരുമുന്നിൽ പ്രീതനായ ശങ്കരൻ നൽകി നാരായണന് മഹാസുദർശനം. ഓം ഊർധ്വലിംഗായ നമഃ. ഓം ഹിരണ്യലിംഗായ നമഃ. ഓം ഭവലിംഗായ നമഃ. ഉണർത്തി കുംഭകർണനെ. അതെ, ഉണർത്തി കുംഭകർണനെ. നാളെ ഈ കൈകളിൽ കിടന്ന് ഞെരിഞ്ഞമരും രാമനിരയിലെ വാനര സൈന്യം. കുംഭകർണ, ഒന്ന് കാണണം നിന്നെ മാല്യവാനിൽ. സുമാലി, മാല്യവാൻ, രക്ഷോവർഗത്തിലെ ത്രിമൂർത്തികൾ നമിക്കുന്നു ഈ ഉഗ്രപ്രതാപത്തെ. കൽപ്പിക്കണം ഇനി വന്ന കാര്യം. മുമ്പ് ദർശിച്ചിട്ടില്ലാത്ത അവശകരങ്ങൾ ലങ്കയിൽ ചുടുചോര മഴയായി പൊഴിയുന്നു. ദേവവിഗ്രഹങ്ങൾ ഇളകുന്നു, വിയർക്കുന്നു. ഗോവുകൾ കഴുതയ്ക്ക് ജന്മം നൽകുന്നു. പറഞ്ഞു ഒക്കെ രാവണ സമക്ഷം. പക്ഷേ ഒന്നും കേൾക്കുന്നില്ല രാവണൻ. കുംഭകർണ, നാളെ നീ ആയുധമെടുക്കരുത്. ആപത്തിൽ ജ്യേഷ്ഠനെ വിട്ടു നിൽക്കാൻ കഴിയണം. വാക്കുകൊടുത്തുപോയി കുംഭകർണൻ. ഇതൊരു വംശത്തിന്റെ സർവനാശമാണ്. ബ്രഹ്മാവ് ഒരു പ്രത്യേക വർഗത്തെ സൃഷ്ടിച്ചിട്ട് അവരോട് അരുളി, യക്ഷ്യാമി, യാഗം ചെയ്യൂ എന്ന്. അവർ വയം രക്ഷ്യാമി, ഞങ്ങൾ രക്ഷിച്ചുകൊള്ളാം എന്ന് പറഞ്ഞ് ബ്രഹ്മകൽപ്പന നിരസിച്ചു. അങ്ങനെ ഒരു വംശമുണ്ടായി, രാക്ഷസ വംശം. കുഞ്ഞേ കുംഭകർണ, ആ വംശം ഇനി ഇല്ലെന്ന് കരുതി മടങ്ങിട്ടു ഈ മാല്യവാൻ. പിതാമഹ, അത്രയ്ക്ക് ശക്തമാണോ രാമബാണം? അതെ, അഗ്നിയാണത്. തടയാനാവില്ല ഒരു രാവണനും. വിഭീഷണ, നീ നഷ്ടപ്പെടും നമുക്ക് നമ്മുടെ പ്രിയ ജ്യേഷ്ഠനെ.
ഉറങ്ങിപ്പോയത് കൊണ്ട് ചോദിക്കുക, രാക്ഷസ വംശം മുഴുവനും രാമപക്ഷം ചേർന്നോ? ആര് ചേർന്നാലും കുംഭകർണൻ ജ്യേഷ്ഠപക്ഷത്ത് ഉറച്ചു നിൽക്കും. നിന്നോളൂ. പക്ഷേ ഒരു തവണ രാമനെ കണ്ട വിഭീഷണൻ ഇന്ന് ലങ്കയ്ക്കധിപൻ. അഭിഷേകവും കഴിഞ്ഞു. രാവണൻ ജീവിച്ചിരിക്കുമ്പോഴോ? സഹസ്രനാമ ജപങ്ങൾ സർവവും ശിവൻ സമർപ്പിച്ചുകൊണ്ടും മഹായജ്ഞം. ഭഗവാനെ, മഹാദേവ, അങ്ങ് മാത്രം ഞങ്ങൾക്ക് ആശ്രയം. അഖിലാണ്ടേശ്വരനേ, അരുൾവലിയ ഭയം അഴകിലൊഴുകുന്നു പാടും ശിവനേ. അഖിലാണ്ടേശ്വരനേ, അരുൾവലിയ ഭയം അഴകിലൊഴുകുന്നു പാടും ശിവനേ. ശിവനേ, ശിവനേ, ശിവനേ. യാഗഭൂമി ഒരുങ്ങിക്കഴിഞ്ഞു. സഹസ്രം യജ്ഞഭൂതങ്ങൾ, ഋഗ്വേദികളായ ഹോതാക്കൾ, സാമവേദികളായ ഉദ്ഗാതാക്കൾ, യജജ്ഞാനികളായ അധുരുക്കൾ, അഥർവജ്ഞാനികളായ മേൽച്ചുമുതലക്കാർ, ബ്രാഹ്മണൻ ഒക്കെ ഒരുങ്ങിക്കഴിഞ്ഞു. വരും ഇവിടെ ഭഗവാൻ, തരും നമുക്ക് ദർശനം. പറഞ്ഞെന്നെ വിശ്വസിപ്പിക്കുന്നുവോ അതോ ആശ്വസിപ്പിക്കുന്നുവോ? രണ്ടുമാകാം. വിശ്വസിക്കാം, പക്ഷെ ആശ്വസിക്കാൻ കഴിയില്ല. അതിനുള്ള മാർഗം കമ്മില്ലല്ലോ ശങ്കരൻ. വർഷം 18 പിന്നിടുന്നു സുദക്ഷിണ സുമംഗലിയായിട്ട്. ഇത്ര കാലവും അങ്ങേക്കൊപ്പം ശിവനെ പൂജിച്ചും ശിവനാമങ്ങൾ ജപിച്ചും എല്ലാം ശിവനിൽ അർപ്പിച്ചും കഴിയുന്നു നമ്മൾ. എന്നിട്ടും എന്തേ നമുക്കൊരു സന്തതിയെ തന്നില്ല ഭഗവാൻ? കാലമാകാത്തത് കൊണ്ടോ അതോ നമ്മുടെ യാചനകൾ കേൾക്കാത്തത് കൊണ്ടോ? എന്തു പറഞ്ഞാടോ നിന്നെ ഞാൻ ആശ്വസിപ്പിക്കുക? കാത്തിരിക്കാൻ നമുക്ക്. ഈ യാഗശേഷവും സ്നേഹിക്കാൻ, നെഞ്ചോട് ചേർത്ത് ലാളിക്കാൻ ഒരു പൊടിപ്പിനെ തരാത്ത പക്ഷം സ്വയം സുദക്ഷിണം ദഹിക്കും സതിയെ പോലെ. സുദക്ഷിണ ദുർവാക്ക് പറയുന്നു നീ. എന്ന വിളി കേൾക്കാൻ വഴി എനിക്ക്. വരട്ടെ ഭഗവാൻ, തരട്ടെ നമുക്ക് ദർശനം. ശിവനെ എന്നെത്ര വിളിച്ചു, ശിവമന്ത്രം എത്ര ജപിച്ചു, നിൻ ദർശനമേകാനിനിയും വൈകിയതെന്നിത്ര. ശിവനെ എന്നെത്ര വിളിച്ചു, ശിവമന്ത്രം എത്ര ജപിച്ചു, നിൻ ദർശനമേകാനിനിയും വൈകിയതെന്നിത്ര. കനിയണമേ ശിവനെ, കനിയണമേ. രാമ അയച്ചിട്ടല്ല, രാക്ഷസ ശത്രുവായ നാരായണനെ തോൽപ്പിച്ചിട്ട്. നാരായണനെ നീ തോൽപ്പിച്ചതും? തോറ്റു നാരായണൻ. സഖ്യമലയുടെ കരുത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഭീരുവായ നാരായണൻ കർക്കടിയുടെ പുത്രന്റെ മുന്നിൽ നാണം കെട്ടൊളിച്ചു പാലാഴിയിൽ. വിളിച്ചിട്ട് കാര്യമില്ല പ്രഭു. എങ്കിൽ രാമനാമത്തിന് പകരം ഭീമനാമം ജപിക്കാം. വേണ്ടി വരും. അങ്ങനെ കഷ്ടം. കൈവന്ന സുനിമിഷങ്ങളുടെ സാന്ധ്യത്തിൽ നാരായണൻ എന്ന് കേൾക്കേണ്ടി വരുമെന്ന് നിലച്ചില്ല. ഭീമ, അറിഞ്ഞു വിളിച്ചാൽ അഭയം തരുന്ന ആ പരമ്പൊരുളിനെ നിന്ദിക്കുകയല്ല, നമിക്കുകയാണ് വേണ്ടത്. മനസ്സില്ലെങ്കിലോ? ഓക്കെ, അർക്കനും ഇന്ദ്രനും ചന്ദ്രനും നാരായണനും മാത്രമല്ല, നമിക്കും ഈ ഭീമനെ ശങ്കരനും. അന്ന് നിന്ന് ജപിക്കേണ്ടി വരും രാമനാമത്തിന് പകരം ഭീമനാമം. അങ്ങനെ സംഭവിക്കില്ല ഭീമ. രാമനാമം നാവ് ശീലിച്ചു പോയതുകൊണ്ട്. കേൾക്കുമോ ഒരു പഴംപുരാണം? എന്തിന്? ചോദ്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ. പണ്ട് ശ്രേഷ്ഠ രാവണൻ അനുജന്മാരായ ഞങ്ങളെ കൂട്ടിപ്പോയി തപസ്സിന്. ശിരസ് 9 വറുത്ത അഗ്നിയിൽ ഹോമിച്ചിട്ടും എത്തിയില്ല ബ്രഹ്മാവ്. വെളുത്തു ഖഡ്ഗം 10ാമത്തെ ശിരസും ഛേദിക്കാൻ. വരമേകാൻ വന്നു പരമേഷ്ടി മുന്നിൽ. മനുഷ്യനിൽ നിന്നേ മരണം പാടുള്ളൂ, വരിച്ചു വരം ശ്രേഷ്ഠ രാവണൻ. നിർദേവത്വത്തിന് പകരം അബദ്ധത്തിൽ നിദ്രാവത്വം വരിച്ചു ജ്യേഷ്ഠൻ കുംഭകർണൻ. ധർമ്മം വിടാതുള്ള ജന്മം അതായിരുന്നു ഈ വിഭീഷണൻ നേടിയ വരം. രാമനെ വിട്ടൊരു ധർമ്മമില്ല ഭീമ വിഭീഷണന്. ഈ ധർമ്മം വിളമ്പാനോ ഭീമനെ ക്ഷണിച്ചതിവിടേക്ക്? അല്ല, കുംഭകർണന്റെ പുത്രനെ ലങ്കയ്ക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് കുംഭകർണ മാളികയിൽ വെടിപ്പാക്കിയിട്ടുള്ള സപ്രപഞ്ചം ഇനി നിനക്കുള്ളതാണ്. നീയാണിനി ലങ്കയുടെ സർവ്വ സൈന്യാധിപൻ. നാളെ നീ ലങ്കാധിപൻ. വേണ്ട പ്രഭു,
പാവം മണ്ടോദരി അമ്മയുടെ വൈധവ്യത്തിന്റെ ആകത്തുകയായ സിംഹാസനം ഭീമന് വേണ്ട. കാടും മലയും തരുന്ന സുഖം ഭീമന് ലഭിക്കില്ല ലങ്കയിൽ. മടങ്ങുന്നു ഓർമ്മിപ്പിച്ചുകൊണ്ട് മേലിൽ ബന്ധങ്ങളുടെ പേര് പറഞ്ഞ് സഹ്യമല ചവിട്ടരുത് ആരും. എന്റെ മകനില്ലാത്ത നേരത്തോ നിന്റെ ഈ കറങ്ങേറ്റം? മകൻ വരുവോളം കാത്തിരിക്കാൻ കഴിഞ്ഞില്ല മാതാവേ. തക്കവും തരവും നോക്കി ചെയ്യാനുള്ളതല്ലേ യുദ്ധം. ഇന്ദ്രൻ ഈ അസുരക്കോട്ടയും സിംഹാസനവും തകർത്ത് തരിപ്പണമാക്കാൻ പോകുന്നു. അത്രയ്ക്ക് കരുത്തോ ഇന്ദ്രദേവന്? പ്രാണൻ വേണമെങ്കിൽ രക്ഷപ്പെടുക, അല്ലെങ്കിൽ കൊന്നു കൊള്ളാനും മടിക്കില്ല ഇന്ദ്രൻ. ഹേ ഇന്ദ്ര, ദുർബുദ്ധേ, യുദ്ധം മതിയാക്കി മടങ്ങിപ്പോവുക. കയാധു, അതെ, കയാധു, അസുരവംശത്തിന്റെ പുത്രവധു കയാധു. ഇന്ദ്രന്റെ ഇപ്പോഴത്തെ ഏക ലക്ഷ്യം ഈ ദൈത്യവധുവിനെ തേടി വന്നതാണ് പിടിച്ചു കൊണ്ടുപോകാൻ. ഇന്ദ്ര, അതെ, കൊണ്ടുപോകുന്നില്ല ഞാൻ. നിന്റെ ഗർഭജടനം കൂടി തകർത്തിട്ട് വേണം അസുരവംശത്തിന്റെ പേരെടുക്കാൻ. ഇന്ദ്ര, ഇനി ഒരസുര സന്തതിക്ക് ജന്മം കൊടുക്കാൻ പാടില്ലവേ. ഇത്ര പാപിയൊന്ന്, എത്രയ്ക്ക് നിന്ദ്യനൊന്ന്. ഹേ ധർമ്മത്തിന്റെ അപ്പുറങ്ങളെ, ഈ ധർമ്മസംഘത്തിൽ നിന്ന് ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കുമോ? ആർക്കും കഴിയില്ല കയാധു. ദൈത്യപതിയായ ഹിരണ്യകശിപുവിന് പോലും അവൻ ആർജിച്ച പാപം എറുമ്പ് പാമ്പിനെ എന്ന പോലെ ഇപ്പോൾ അവനെ തിന്നു തീർന്നിട്ടുണ്ടോ? പിന്നീട് ആരെ രക്ഷിക്കാൻ? പിടിച്ചു കിട്ടിയോടെ അത് സാധ്യമല്ല ഇന്ദിര. നാരായണ നാരായണ. ദേവേന്ദ്രനും ധർമ്മമര്യാദകൾ മറന്നോ? ഈ കെടുനീതി എവിടെ നിന്ന് കിട്ടി അങ്ങേക്ക്? ഇവിടെ ദേവർഷിക്ക് എന്ത് കാര്യം? നാരായണ നാരായണ. നമുക്ക് എവിടെയും കാര്യമുണ്ട് ദേവേന്ദ്ര. അന്യന്റെ സഹധർമ്മിണിയെ അവനില്ലാത്ത നേരം അപഹരിക്കാൻ ശ്രമിക്കുന്നത് ഇന്ദ്രനായാലും ചേർന്നതാണോ? ദേവർഷേ, ഒക്കെയും മതിയാക്കി മടങ്ങണം ദേവേന്ദ്ര. മഹർഷേ, സാധുക്കളുടെ ഹൃദയത്തിലല്ലേ നാം എപ്പോഴും വസിക്കുന്നത്. പിന്നീട് എങ്ങനെയാണ് അവരുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കുക? പക്ഷേ വിധിയും കാലവും ഒന്നിനും അതീതമല്ലെന്ന് മാത്രം. മമപുത്ര സുദക്ഷിണ വന്നോടു സുഹൃത്തി. ഭഗവാനെ, അവിടുത്തെ കൃപ കൊണ്ട് സർവ്വ ചങ്ങലക്കെട്ടുകളും പൊട്ടി കൽത്തുറന്ന് താനെ തുറന്നാൽ ഞാൻ സ്വതന്ത്രനായിരിക്കുന്നു. കരുണാമൂർത്തെ, അവിടുന്ന് കാത്തു ഞങ്ങളെ. ഭീമ, ഇനി എന്റെ ഭക്തന്മാർക്ക് വേണ്ടി നാമും പടക്കളത്തിലേക്ക്. ബന്ധുക്കളെയും ഋഷിമാരെയും നാരായണനെയും നമ്മയും നിരന്തരം നിന്ദിക്കുന്ന ഭീമ, നീ വരത്തിന്റെ ബലവും കാളിയുടെ കഴിവും കൊണ്ട് ശ്വസിച്ച് ജീവിച്ച വെറും ചർമ്മപാത്രം. അതിന് അസാധ്യം നിനക്ക്. ഭീമന്റെ ആയുസ്സെടുക്കാൻ നിന്റെ കരങ്ങൾക്ക് കരുത്തുണ്ടെന്നോ? പരമേശ്വരിയേകിയ വരം നിഷ്ഫലമായെന്നോ? അറിവ് കെട്ട സത്വം അസംഭവ്യം പുലമ്പുന്ന നിന്റെ കഥ ഞാൻ തീർത്തേക്കാം വേഗം. ഭീമ, കാലസ്വരൂപനായ നമ്മുടെ നിയോഗമറിഞ്ഞ് ചിത്രഗുപ്തൻ രേഖപ്പെടുത്തിയ നിന്റെ ആയുസ്സിനി കേവലം ഒരു മുഹൂർത്തം മാത്രം. നിന്നെ നാം നിഗ്രഹിക്കും.